കിച്ചൺ ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സ്നാക്ക് റെസിപ്പിയുമായാണ്. നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ സ്നാക്ക് ഇവിടെ തയ്യാറാക്കുന്നത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായി ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള 2 പഴം തന്നെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിനുശേഷം പഴത്തിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം അത് 4ആയി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ പഴത്തിൻ്റെ സെൻറ്ററിലുള്ള കറുപ്പ് പോർഷൻ വേണമെങ്കിൽ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ആ കറുപ്പ് പോർഷൻ കട്ട് ചെയ്ത് മാറ്റാതെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പഴം എല്ലാം ഞാൻ ഈ രീതിയിൽ കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് 1.5 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിനകത്തേക്ക് 1/4 കപ്പ് അളവിലാണ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങ ചേർത്ത ശേഷം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങയുടെ വെള്ളം വലിയുന്ന സമയം വരെയൊന്നും നമുക്ക് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് ആ വെള്ളം വലിഞ്ഞു തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ ഇതിനകത്തേക്ക് പഴത്തിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഴത്തിൻ്റെ കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ പഴം ഏകദേശം ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാരയെല്ലാം നിങ്ങളുടെ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ വരെയെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് ഇതിനകത്തേക്ക് ഞാൻ 5 ടേബിൾ സ്പൂൺ അളവിൽ അവൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൽ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത്യാവശ്യം പഴുത്ത പഴം തന്നെ ഉപയോഗിക്കാൻ നോക്കുക. അങ്ങനെയാവുമ്പോൾ നമ്മൾ ഇളക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതൊന്ന് കുഴഞ്ഞു കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ തവ ഉപയോഗിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് ഇതിനകത്തേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനാണ് ഞാൻ ഈ സമയത്ത് ഉപ്പ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം വേണമെങ്കിൽ ശർക്കര ചേർത്തും ഇത് ഉണ്ടാക്കാവുന്നതാണ്. വേണമെങ്കിൽ ശർക്കര ഒന്ന് അലിയിച്ചതിന് ശേഷം അരിച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നീട് ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടെ ചേർത്ത ശേഷം നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പഴമെല്ലാം ആവശ്യത്തിന് മാഷായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല പഴുത്ത പഴം ആവുമ്പോൾ പെട്ടെന്ന് തന്നെ മാഷായി കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ആ തവ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിനായി മിക്സിയുടെ ചെറിയ ജാറിനകത്തേക്ക് 1/2 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുക. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി യൂസ് ചെയ്യാവുന്നതാണ്. പിന്നീട് ഇതിനകത്തേക്ക് 2 ടീസ്പൂൺ അളവിൽ വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ പുറംഭാഗം ഒന്ന് ക്രിസ്പിനെസ്സായി കിട്ടുന്നതിനാണ് നമ്മളിത് ചേർക്കുന്നത്. പിന്നീട് കളറിന് വേണ്ടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നേന്ത്രപ്പഴത്തിൻ്റെ ഒരു പകുതി ഭാഗം ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നീട് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1/2 കപ്പിനടുത്താണ് വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നീട് നമുക്കിത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിത് ഗ്രൈൻഡ് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന ആ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് ഞാനിത് ഗ്രൈൻഡ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അധികം ലൂസുമല്ല അധികം തിക്കും അല്ലാത്ത ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ബാറ്റർ തയ്യാറാക്കാൻ. ഇപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ മിക്സ് ചൂടൊന്ന് ചെറുതായി ആറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ചെറിയ ചൂടോടെ തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് ബോൾസാക്കി ഉരുട്ടിയെടുക്കാം. ഞാനിതിവിടെ കുറച്ച് വലിയ ഉരുളകളായിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് വലിയ ഉരുളകളായതുകൊണ്ട് തന്നെ ഞാനിവിടെ 6 ബോൾസാണ് ഈ ഒരു പഴം വെച്ചിട്ട് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഞാനിവിടെ പിന്നീട് ഒരു ഇരുമ്പ് ചട്ടിയിൽ ഞാനിവിടെ ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട്.
ഇപ്പോൾ നമ്മൾ ഉരുട്ടിയെടുത്തിരിക്കുന്ന ബോൾസ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഇതിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ ചെറിയ പാൻ എടുത്ത് ഫ്രൈ ചെയ്യുന്നത് കൊണ്ടാണ് ഓരോന്നായി ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് വലിയ പാനൊക്കെയാണ് ഉള്ളത് എങ്കിൽ നിങ്ങൾക്ക് 2-3 ഒന്നിച്ച് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴം കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഈ രീതിയിൽ ഞാൻ ബാക്കിയുള്ള എല്ലാ പീസും ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പഴം വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത് എങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതിനടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഒരുപാട് ഇഫ്താർ സ്നാക്സിൻ്റെ റെസിപ്പികളും എല്ലാം ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ എല്ലാം എടുത്ത് കാണുക. അപ്പോൾ ഇനിയും ഒരുപാട് പുതിയ വിഭവങ്ങളുമായി വരുന്നത് വരെ കാത്തിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.